ഹലോ ഫ്രണ്ട്സ്, മഴ തോരും മുൻപേ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അലീന മുത്തശ്ശിയോട് പറയണുണ്ട്, മുത്തശ്ശി എയർപോർട്ടിലേക്ക് മുത്തശ്ശിയുടെ മോളും പോണുണ്ടോ? ആര്, വൈജയോ? ഇല്ലടി, അവൾക്ക് എന്നെയും കൂട്ടി കടപ്പാട്ടൂർക്ക് പോണ്ടേ. അപ്പോ അലീന, എങ്ങനെയാ ഈ വയ്യാത്ത കാലം വെച്ച് കാറിൽ പോകുന്നത്? അതിനെ വൈജമോള് ആംബുലൻസ് ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അപ്പോ മുത്തശ്ശിയുടെ കൂടെ ഞാനും ആംബുലൻസിലായിരിക്കും അല്ലേ? നമ്മുടെ പിറകെ തന്നെ വൈജമോള് കാറിലെത്തും എന്ന് പറയാട്ടോ. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലേക്ക് വൈജയന്തി കടന്നു വരികയാണ് കേട്ടോ. അമ്മേ, പോകാൻ റെഡിയായോ? ഞാൻ എപ്പോഴേ റെഡിയാ മോളെ. അപ്പോൾ വൈജ അലീനയെ നോക്കിയിട്ട്, നീയും പോകുന്നുണ്ടോ എയർപോർട്ടിലേക്ക്? ഇല്ല. അല്ല, നിന്റെ നിൽപ്പും ഒരുക്കമൊക്കെ കാണുമ്പോൾ ഫ്ലൈറ്റ് കയറി ഇപ്പോഴേ അങ്ങ് പോവാനുള്ളതാന്ന് വിചാരിക്കല്ലോ എന്നങ്ങ് പറഞ്ഞതും മുത്തശ്ശി പറയും, ഹാ, അവൾ എന്തൊരുങ്ങിന്നാ നീ പറയുന്നത്? ഒരു ചുരിദാർ എടുത്തിട്ടു, അത്ര തന്നെ. കാണാൻ ഭംഗിയുണ്ടായാൽ എന്തിട്ടാലും ഭംഗിയുണ്ടാകും എന്നങ്ങ് പറയുന്നതും, ഇതാണോ ഭംഗി? കുറച്ച് നിറമുണ്ട് എന്നല്ലാതെ വേറെന്താ ഉള്ളേ എന്ന് ചോദിക്കാട്ടോ വൈജയന്തി. അതെങ്കിലും ഉണ്ടല്ലോ എന്ന് പറയാട്ടോ മുത്തശ്ശി. നീയൊക്കെ എന്ത് ചെയ്തിട്ടാ അമ്മയെ കയ്യിലെടുത്തതെന്ന് എനിക്കറിയില്ല, പക്ഷെ ഈ വിദ്യയൊന്നും കടപ്പുറമ്പത്ത് വന്ന് എടുക്കാൻ പാടില്ല എന്നങ്ങ് പറയുമ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട്, അതെന്താ, ഇവള് ഗുസ്തിയോ കരാട്ടയോ ഒക്കെ പഠിച്ചിട്ടാണോ അങ്ങോട്ടേക്ക് വരുന്നത്? നീ എന്ത് വർത്താന വൈജയ പറയുന്നത്? അതെ, ഇവളോട് പറയായിരുന്നു മര്യാദയ്ക്ക് നിന്നാൽ അവിടെ ജീവിച്ചു പോവാന്ന്. ബാഗൊക്കെ എടുത്ത് പുറത്തേക്ക് വെക്ക്, ഞാൻ ആംബുലൻസിനെ ഒന്ന് നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞ് വൈജ അങ്ങ് പോവാണ് കേട്ടോ. വൈജ പോകുമ്പോഴേ നമ്മുടെ അലീന വൈജയെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ മുത്തശ്ശിയെ വീൽ ചെയറിലിരുത്തി പുറത്തേക്ക് കൊണ്ടുവരുന്നു അലീന. ആ സമയത്ത് തന്നെ ശിവനും കമലയും മോളും കൂടെ എയർപോർട്ടിലേക്ക് പുറപ്പെടുകയാണ്. അപ്പോ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, അല്ല, നെടുമ്പാശ്ശേരിയിലേക്ക് പോകുന്നത് ആരാ? ഞാനും അമ്മയും അച്ഛനും. അപ്പോ ഹരിയോ? ഹരി നിങ്ങളുടെ കൂടെ കടപ്പാട്ടൂരിക്ക് വരുന്നുണ്ട്. അപ്പോ ഇവിടെ ആരാ? ഇവിടെ ആരുമില്ല, വീടും പൂട്ടിയിട്ടാ നിങ്ങളുടെ കൂടെ വരുന്നതവൻ എന്ന് പറയാട്ടോ കമല. അങ്ങനെ ശിവൻ അമ്മയ്ക്കൊരു ഉമ്മയൊക്കെ കൊടുത്തിട്ടാണ് കേട്ടോ പോകുന്നത്. എന്നിട്ട് വൈജയോട് പറയുന്നുണ്ട്, ഞാൻ അമ്മയെ നിന്നെ ഏൽപ്പിച്ചിട്ടാ പോകുന്നത്. അമ്മ, ഞാൻ അടുത്ത തവണ വരുമ്പോഴേക്കും നടക്കാനാവണം എന്നങ്ങ് പറയുന്ന നേരത്തെ മുത്തശ്ശി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എന്നെ അലീന എത്രയും പെട്ടെന്ന് നടത്തിക്കുമെന്ന് വാക്ക് തന്നിട്ടുണ്ട് മോനെ. ആഹാ, അങ്ങനെ തന്നെ ആവട്ടെ എന്നും പറഞ്ഞ് വീണ്ടും ഒരു ഉമ്മ കൊടുത്തിട്ടാണ് കേട്ടോ ശിവൻ എയർപോർട്ടിലേക്ക് തിരിക്കുന്നത്. കുഞ്ഞ് എങ്ങനെയാ പോകുന്നത്? അമ്മയും അലീനയും ആംബുലൻസിൽ, ഞാനും ഹരിയും കാറിലങ്ങ് വന്നോളാം എന്നും പറഞ്ഞ് അവര് യാത്രയാവുകയാണ് കേട്ടോ. അങ്ങനെ വൈജയുടെ മക്കളെ വിളിച്ച് പറയാണ് ഗേറ്റ് ഒക്കെ തുറന്നിടാൻ വേണ്ടിയിട്ട്. അങ്ങനെ വൈജയുടെ വീട്ടിലെത്താണേ. അപ്പോൾ വൈജയുടെ മക്കളൊക്കെ വന്നിട്ട് അച്ഛമ്മയുടെ അടുത്ത് നിൽക്കുന്നുണ്ട്. ഒരു മകളോട് അച്ഛമ്മയുടെ കാല് പിടിക്കാൻ വേണ്ടിയിട്ട് പറയാണ്. അപ്പോൾ ആ മോളെ അലീന ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. അങ്ങനെ വൈജ അലീനയെ നോക്കി പറയാണ്, നീ പോയി അമ്മയുടെ ബാഗും നിന്റെ മാറാപ്പൊക്കെ എടുത്ത് പോര്. അതുപോലെ തന്നെ ചെയ്യാണ് അലീന. അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് കയറാൻ നേരം വലതുകാലൊക്കെ വെച്ചിട്ടാണ് കേട്ടോ അലീന കയറുന്നത്. ഉള്ളിലേക്ക് കയറി വരുന്ന സമയം രോഹിത് നോക്കിയിട്ട് പറയും, അച്ഛമ്മയെ നോക്കാൻ വന്ന കുട്ടിയല്ലേ, അതാണ് റൂം, അങ്ങോട്ട് കയറിക്കോ എന്ന് പറയുമ്പോൾ അലീന ഒരു താങ്ക്സ് ഒക്കെ പറയുന്നുണ്ടേ. അങ്ങനെ അലീന റൂമിലേക്ക് കയറാൻ നേരം ഹരിയും ഉണ്ടാകും ആ റൂമില്. അപ്പോൾ വൈജ പറയുന്നുണ്ട്, നീ ആ വീൽ ചെയർ എടുത്തിട്ട് സ്റ്റെയർ കേസിന്റെ താഴത്തേക്ക് വെച്ചേ എന്ന് പറയുമ്പോൾ അലീനയെ നോക്കി നിൽക്കാൻ കേട്ടോ ഹരി. ഹാ, നിന്നോടല്ലേ പറഞ്ഞത് എന്നങ്ങ് പറഞ്ഞതും ഹരി വീൽ ചെയറും കൊണ്ട് അലീനയുടെ അടുത്ത് കൂടെ പോവാണ് കേട്ടോ. പോകുമ്പോഴൊക്കെ അലീനയെ നോക്കുന്നുണ്ട്. അങ്ങനെ അലീന റൂമിലേക്ക് കയറുന്നു. അവിടെ വെച്ച് വൈജ പറയുന്നുണ്ട്, നീ ഇതെവിടെ പോയതായിരുന്നു? കുറെ നേരമായല്ലോ നിന്നെ കാണാതായിട്ട്. അത് പിന്നെ ഞാൻ ഈ ബാഗ് എടുക്കാൻ വേണ്ടിയിട്ട് പോയതാ, അതാ മൂലയ്ക്ക് എങ്ങാനും വെച്ചേക്ക് എന്ന് പറയുമ്പോഴേക്കും മുത്തശ്ശി പറയും, അല്ല, അലീന ഇപ്പോൾ എവിടെ കിടക്കും? ആ മൂലയ്ക്ക് ഒരു ചെറിയ കട്ടിലിട്ടേക്കാം, അവിടെ കിടന്നോളൂ എന്ന് പറയുമ്പോഴേക്കും വൈജയ്ക്ക് ദേഷ്യം പിടിക്കുകയാണേ. വൈജ പറയും, ഈ നല്ല റൂമിൽ കട്ടിലിടാനോ? അതൊന്നും വേണ്ട, കുഞ്ഞുമോളുടെ അടുത്ത് ഇപ്പുറത്ത് കിടന്നോട്ടെ. അതെങ്ങനെയാ വൈജേ? എന്നെ നോക്കാൻ വന്ന കുട്ടി എന്റെ അടുത്തല്ലേ കിടക്കേണ്ടത് എന്ന് ചോദിക്കുകയാണ് മുത്തശ്ശി. ഇവിടെ ഒരു കട്ടിലിരിപ്പുണ്ടല്ലോ, അതാ മൂലക്കിൽ ഇട്ടാ പോരെ? അതൊന്നും പറ്റില്ല അമ്മേ. അവളെ നിലത്തൊരു വിരിപ്പിട്ട് അവിടെ കിടന്നോട്ടെ, വന്നിടത്തോ അങ്ങനെ തന്നെ ആയിരുന്നല്ലോ എന്ന് പറയുമ്പോൾ അലീന പറയും, അങ്ങനെ മതി, അത് മതി മുത്തശ്ശി എന്ന് പറയാണേ. അതിനുശേഷം വൈജയുടെ ഒരു മകൾ അവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ടാവും. അതിനെ ചെന്ന് പരിചയപ്പെടുന്നുണ്ട് അലീന. വീണ്ടും മുത്തശ്ശിയുടെ റൂമിലേക്ക് പോരുമ്പോൾ അലീന എന്ന് വിളിക്കുന്നുണ്ട് വൈജ. അപ്പോ
പൊടിയൊക്കെ തട്ടാൻ വേണ്ടിയിട്ട് പറയാണേ. ആ സമയത്താണെങ്കിൽ ഹരി സ്റ്റെയർ കേസിന്റെ മുകളിൽ നിന്നും അലീന പൊടി തട്ടുന്നത് നോക്കി നിൽക്കായിരിക്കും. അപ്പൊ രോഹിത് വരൂട്ടോ. എന്താടാ നോക്കുന്നത്? മിണ്ടരുത്, നോക്കടാ, അവളെ കാണാൻ എന്തൊരു ഭംഗിയല്ലേ. അപ്പൊ രോഹിത് നോക്കിയിട്ട് പറയുന്നുണ്ട്, എന്നാലും വേലക്കാരിയാവാൻ ഇത്രയ്ക്ക് ഭംഗിയൊന്നും വേണ്ട. അല്ല, അവൾ നിനക്കെന്തെങ്കിലും ചെയ്തു തന്നോ എന്ന് ചോദിക്കാട്ടോ രോഹിത്. ഏയ്, ചെറുതായിട്ടൊരു കെട്ടിപ്പിടുത്തവും കിസും തന്നു. പിന്നീട് ഒരിക്കലേ ഇറങ്ങി വരാന്ന് പറഞ്ഞിരുന്നു, പക്ഷെ അത് നടന്നില്ല. അവൾ മുത്തശ്ശിയുടെ റൂമിലല്ലേ കിടക്കുന്നത് എന്ന് പറയുമ്പോ രോഹിത്, ഏയ് വെറുതെ തള്ളിവിടാതെ. ശരി, ഞാൻ തള്ളിയതാ, നിനക്ക് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തു നോക്ക് എന്ന് പറയുമ്പോ രോഹിത് പറയും, ഏയ് അതിന് എനിക്കൊരു ക്രഷ് ഉണ്ടല്ലോ. അയ്യോ, നിന്റെ ക്രഷ് എടുത്തതിനെ കിണറ്റിലിടാൻ വേണ്ടിട്ട് തോന്നും. അവളെ ഒഴിവാക്കിയിട്ട് ഇവളെ നോക്കടാ. ഏയ്, അവള് ഭയങ്കര ഫെയർ അല്ലേ, അവള് നല്ല കുട്ടിയാടാ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചിരിക്കുന്ന നേരത്ത് നമ്മുടെ അലീന അവരെ കാണാണ് കേട്ടോ. ഷോ, അവള് കണ്ടു എന്നാ തോന്നുന്നത് എന്ന് പറഞ്ഞ് തിരിഞ്ഞിങ്ങനെ നടക്കുകയാണ്. എന്നാലും ഇത്രയ്ക്ക് സൗന്ദര്യം ആർക്കോ തെറ്റുപറ്റിയെന്നാ തോന്നുന്നത് എന്ന് പറയാട്ടോ ഹരി. ആരോ മനഃപൂർവ്വം ഓർഫനേജ് കൊണ്ടുപോയിട്ടതായിരിക്കും. വലുതായി വന്നപ്പോ അമ്മയുടെയോ അച്ഛന്റെയോ വിത്തുഗുണം കാണിച്ചതായിരിക്കും. അതാ ഇവളെ ഇത്ര ഭംഗി എന്നൊക്കെ പറയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബൈ.